നമ്മുടെ ആദിലെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദിലയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിലെ പറയുകയാണ് ബിഗ് ബോസ് ഞങ്ങൾ ആദ്യം ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ രണ്ടായിട്ട് മാറിയപ്പോൾ നന്നായിട്ട് രണ്ടുപേരും അവരുടേതായിട്ടുള്ള ഗെയിം കളിച്ചു. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു 2 വീക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയ്ക്കും ഹേറ്റ് ഉണ്ടായിരുന്നു പുറത്ത്. പക്ഷേ ഇതേ ഇപ്പോൾ നോക്ക് 2 മാസം അല്ലെങ്കിൽ 2 ആഴ്ചയും കൂടെ ഉള്ളൂ ഫിനാലയിലേക്ക് അടുക്കുകയാണ്. അപ്പം നമ്മളെ കുറേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന്. അപ്പം ഫിനാലയിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും വരെ എത്തിയില്ലേ, അപ്പോൾ അതിന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് മാനസിക സംഘർഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അനുമോളെക്കുറിച്ചാണ് പറയുന്നത്. അനുമോളുടെ ഒരു റിയൽ ഫ്രണ്ടായിട്ടാണ് ഞാൻ നിന്നത്. അവളുടെ ഫെയിം കണ്ടിട്ടാണ്, പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ അവൾ പറഞ്ഞു അതൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കും അവളോട് തോന്നിയത് ഒരു നാച്ചുറലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. നൂറ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളോടാണ് അത്രയും ക്ലോസ് ആയിട്ടുള്ളത്. പക്ഷേ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അവൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ എന്നോട് നൂറയോട് എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ അവളെ ഞാൻ റിയലായിട്ട് സ്നേഹിച്ചു. അവളോട് ഒരുപാട് ഞാൻ അടുത്തു. അത്രയും എന്നെ ഒരു റിയൽ സിസ്റ്ററിനെ പോലെ എനിക്ക് കുറേ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ അവളിപ്പോൾ അങ്ങനെയൊന്നും അല്ല തിരിച്ച് ബിഹേവ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് അവൾ മിണ്ടിയിട്ടില്ല. അവൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ദേഷ്യത്തിൻ്റെ പുറത്താണ് അത് പറഞ്ഞത്. പക്ഷെ അതൊന്നും അവൾ പറയാൻ റെഡി ആയിട്ടില്ല. ആ ഒരു പ്രശ്നത്തിൽ എപ്പോഴും ഞങ്ങളായിരുന്നു അവളെ അങ്ങോട്ട് പോയി മിണ്ടാൻ വേണ്ടി ചെല്ലുന്നത്. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാനും പലതും പറയും, എങ്കിൽ പോലും ഞാൻ ചെല്ലുമായിരുന്നു. പക്ഷേ അവൾ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് വരിക ചെയ്യുന്നില്ല, എന്നെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അനീഷേട്ടൻ അവളുടെ അടുത്ത് സംസാരിച്ചു എന്നോട് സംസാരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അന്നേരം അവൾ ഒരു ഇനിഷ്യേറ്റീവും എടുക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനുമോളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നൂറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബിഗ് ബോസ് അപ്പോൾ പറയുകയാണ് പകുതിക്ക് വെച്ച് ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തു. ബിഗ് ബോസ് പറയുന്നതിൻ്റെ കഥ കേൾക്കാനാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ഷോ ആണ്. അത് വ്യക്തികളാണ് ജയിക്കേണ്ടത്. അതിനകത്ത് വേറെ സൗഹൃദങ്ങൾക്കോ വേറെ ഒന്നിനും സ്ഥാനമില്ല. അതൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെയല്ല കളിക്കേണ്ടത്. അത് വ്യക്തിഗതമായിട്ടുള്ളൊരു ഷോ ആണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ കളിച്ചു പോകൂ, വേറെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ നമ്മുടെ ആദിലേൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട്.